മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ മറുവശത്ത് മനുഷ്യത്വം മരവിച്ചു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചില മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. കോഴിക്കോട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമുണ്ടായി. കോഴിക്കോട് കാതിയോട് പൂളപ്പൊയിൽ എന്ന സ്ഥലത്ത് സുമതി എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെട്ടു പോയി. കനത്ത രോഗബാധയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. അന്തരിച്ച സുമതിയെ അടക്കം ചെയ്യുന്നതിൽ കനത്ത മഴ കാരണം വലിയ രീതിയിലുള്ള പ്രയാസം അവരുടെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും നേരിടേണ്ടി വന്നു. സംസ്കാരത്തിനായി മണ്ണൊരുക്കാൻ ആളില്ലാതെ പ്രയാസപ്പെടുമ്പോഴാണ് ആ പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങൾ പ്രതികൂല കാലാവസ്ഥയിലും മുന്നോട്ട് വന്നത്. അന്തരിച്ച സുമതിയുടെ അന്ത്യവിശ്രമത്തിനായി കൊടും മഴയിലും രാത്രി വൈകിയും ആ മുസ്ലിം സഹോദരങ്ങൾ സുമതി എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി കുഴിമാടം ഒരുക്കിയത്. വിവരമറിഞ്ഞ ഉടൻ ആ പ്രദേശത്തെ സേവന രംഗത്ത് സജീവമായ പൂളപ്പൊയിൽ ഖബറിസ്ഥാനിൽ സൗജന്യമായി ഖബറൊരുക്കുന്ന ഹുസൈൻ പൂലേരി, ആഷിഫ് തഹാനി, എം യൂസഫ്, ആഷിർ, PK ഷംസു, മൻസൂർ എന്നിവരും സ്ഥലത്തെത്തുകയായിരുന്നു. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ വർഗീയതയും വിദ്വേഷം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ മറുവശത്ത് മനുഷ്യത്വം മരവിച്ചു പോയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന വർഗീയതയുടെ കറുത്ത ഇരുളിലേക്ക് സ്നേഹത്തിന്റെ വെളിച്ചം വീശുന്ന മനോഹരമായ ചില കാഴ്ചകൾ നമ്മൾ ദിവസവും കാണാറുണ്ട്. വിദ്വേഷവും വിഭാഗീയതയും വിതച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മറുപടിയാണ് അത്തരം കാഴ്ചകൾ. മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ കോപ്പ കൂട്ടുന്നവർക്ക് മുന്നിൽ ജാതിക്കും മരത്തിനും അപ്പുറം കൈകോർത്തു നിൽക്കുമ്പോൾ അവരുടെ അജണ്ടകൾ അവിടെ തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. നോക്കൂ, കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. കോഴിക്കോട് കാതിയോട് പൂളപ്പൊഴിയിൽ ഗ്രാമത്തിൽ നടന്ന ആ ഒരു സംഭവം എല്ലാവരെയും ഉള്ളിലച്ച ഒന്നായിരുന്നു. അവിടെ സുമതി എന്ന് പറയുന്ന ഒരു സഹോദരി രോഗം വന്ന് മരണപ്പെട്ടു പോയി. കനത്ത രോഗബാധയെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ സുമതി അന്തരിക്കുന്നത്. എന്നാൽ അന്തരിച്ച സുമതിയെ അടക്കം ചെയ്യാനായി വലിയ രീതിയിലുള്ള പ്രയാസം അവരുടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അനുഭവപ്പെട്ടു. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ഒരു സാഹചര്യമാണ്. മരണപ്പെട്ട സുമതിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചുവെങ്കിലും ആ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴ ആ സംസ്കാര ചടങ്ങുകൾക്ക് വലിയ തടസ്സമായി മാറി. സംസ്കാരത്തിനായി മണ്ണൊരുക്കാൻ ആളില്ലാതെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പ്രയാസത്തിലായി നിൽക്കുന്ന ആ ഒരു സമയത്താണ് ആ പ്രദേശത്തെ കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ പ്രതികൂലമായ ആ കാലാവസ്ഥയിലും മുന്നോട്ട് വരുന്നത്. അന്തരിച്ച സുമതി എന്ന് പറയുന്ന സഹോദരിയുടെ അന്ത്യവിശ്രമത്തിനായി കൊടും മഴയിലും രാത്രി വൈകിയും ചെളിയിലും ആ മുസ്ലിം സഹോദരങ്ങൾ സുമതി എന്ന് പറയുന്ന ആ സഹോദരിക്ക് വേണ്ടി കുഴിമാടം തയ്യാറാക്കി. അതിന്റെ വാർത്ത ഞാനൊന്ന് കാണിക്കാം. മതസൗഹാർദ്ദത്തിന്റെ ഉജ്ജ്വല മാതൃകയായി പൂളപ്പൊയിൽ ഗ്രാമം കഴിഞ്ഞ ദിവസം അന്തരിച്ച കാതിയോട് പാലക്കുന്നുമ്മൽ സുമതിയുടെ സംസ്കാര ചടങ്ങുകൾക്കാണ് മുസ്ലിം സഹോദരങ്ങൾ മുന്നിട്ടിറങ്ങി കുഴിമാടമൊരുക്കി അന്ത്യവിശ്രമ സൗകര്യമൊരുക്കിയത്. ജീവിതകാലം അത്രയും പരിസരത്തെ വീടുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സുമതി കനത്ത രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്തരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം വീട്ടിലെത്തിച്ചെങ്കിലും കോരിച്ചൊരിയുന്ന കനത്ത മഴ കാരണം സംസ്കാര ചടങ്ങുകൾക്കായി മണ്ണൊരുക്കാൻ ആളെ ലഭിക്കാതെ ബന്ധുക്കളും നാട്ടുകാരും പ്രയാസത്തിലായി. വിവരമറിഞ്ഞ ഉടൻ തന്നെ പ്രദേശത്തെ സേവന രംഗത്ത് സജീവമായ പൂളപ്പൊയിൽ ഖബർസ്ഥാനിൽ സൗജന്യമായി ഖബറൊരുക്കുന്ന ഹുസൈൻ പൂലേരി, ആഷിഖ് തഹാനി, എം യൂസഫ്, ആഷിർ എന്നിവരും അയൽവാസികളായ PK ഷംസു, മൻസൂർ എന്നിവരും സ്ഥലത്തെത്തുകയായിരുന്നു. രാത്രി 7:30 ആരംഭിച്ച പണി കനത്ത മഴയും ചളിയും അവഗണിച്ച് രാത്രി 11:30 വരെ നീണ്ടു. പൂർണ്ണമായും ഹിന്ദു ആചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായ കുഴിമാടമൊരുക്കിയ ശേഷമാണ് ഈ യുവാക്കൾ മടങ്ങിയത്. ചെറുപ്പം മുതലേ അയൽപ്പക്കത്തെ മുസ്ലിം കുടുംബങ്ങളുമായി സുമതിക്ക് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. മദ്രസകളിലെ വിശേഷ ദിവസങ്ങളിൽ തന്റേതായ വിഹിതം നൽകാനും ആശുപത്രിയിൽ വെച്ച് കാണാൻ വന്നവരോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്യാനും കാണിച്ച അവരുടെ ആത്മബന്ധത്തിന്റെ തുടർച്ച
തുടർച്ചയെന്നോണമാണ് അന്ത്യയാത്രയിലും മുസ്ലിം സഹോദരങ്ങളുടെ സജീവ സാന്നിധ്യമുണ്ടായത്. വർഗീയത വിതയ്ക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ശക്തമായ മറുപടിയും നാടിന്റെ പരമ്പരാഗത സാഹോദര്യത്തിന്റെ വിളംബരവുമാണ് ഈ സംഭവമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. സുമതിയുടെ അന്ത്യയാത്രയ്ക്ക് ഗ്രാമം മുഴുവൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മതം നോക്കാതെ, ജാതി നോക്കാതെ മനുഷ്യന്റെ വിഷമതകളിൽ കൂടെ നിൽക്കുക എന്നതാണ് യഥാർത്ഥ മാനവികത എന്ന് തെളിയിച്ച മനോഹരമായ ഒരു നിമിഷം. ഹുസൈൻ പോലേരി, ആഷിഖ് തഹാനി, എം യൂസഫ്, ആഷിർ, PK ഷംസു, മൻസൂർ എന്നിങ്ങനെയുള്ള യുവാക്കളാണ് വിവരമറിഞ്ഞ ഉടൻ തന്നെ ആ സ്ഥലത്തേക്ക് എത്തിയത്. രാത്രി 7:30 ആരംഭിച്ച അവരുടെ ആ ഒരു കഠിനാധ്വാനം കനത്ത മഴയും ചെളിയും ഒക്കെ അവഗണിച്ച് രാത്രി 11:30 മണിവരെ അവർ തുടർന്നുകൊണ്ടിരുന്നു. പൂളപ്പൊയിൽ ഖബർസ്ഥാനിൽ സൗജന്യമായി ഖബറൊരുക്കുന്ന സേവന രംഗത്തെ ചെറുപ്പക്കാരായിരുന്നു അവർ. പൂർണ്ണമായും ഹിന്ദു ആചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ആവശ്യമായ കുഴിമാടം ഒരുക്കിയ ശേഷമാണ് ആ ചെറുപ്പക്കാർ തിരിച്ചു മടങ്ങിയത്. വർഷങ്ങളായി ആ ഗ്രാമത്തിൽ സുമതിയും കുടുംബവും അയൽപക്കത്തെ മുസ്ലിം കുടുംബങ്ങളുമായി വെച്ചു പുലർത്തിയ സ്നേഹബന്ധത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ തുടർച്ചയായിരുന്നു അത്. ഇത് കേരളത്തിന്റെ പരമ്പരാഗത സാഹോദര്യത്തിന്റെ നേർക്കാഴ്ചയാണ്. എന്നാൽ എന്താണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്? മനുഷ്യർക്കിടയിൽ സ്നേഹവും സഹകരണവും ഉണ്ടാകുമ്പോൾ അതിനെപ്പോലും സംശയത്തോടെയും വിദ്വേഷത്തോടെയും കാണാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ അതിനെ അടിസ്ഥാനമാക്കി ആ മുഴുവൻ സമുദായത്തെയും വേട്ടയാടാനും അധിക്ഷേപിക്കാനും മനസ്സിൽ വർഗീയത കൊണ്ട് നടക്കുന്ന ഇത്തരം ആളുകൾ മുന്നിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. നോക്കൂ, ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു മുസ്ലിം സഹോദരി ഒരു RSSകാരനായിരുന്ന ഒരു ഹിന്ദു സഹോദരന്റെ ശവസംസ്കാരം നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കേരളത്തിൽ സംഖ്യയിൽ വലിയ രീതിയിലൊക്കെ വിവാദമാക്കി മാറ്റി. അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനും അവകാശവാദങ്ങൾ ഉന്നയിക്കാനും അത്തരം ആളുകളിൽ നിന്നും ശ്രമങ്ങളൊക്കെ ഉണ്ടായി. മുസ്ലിമീങ്ങൾ സ്നേഹത്തോടുകൂടി ചെയ്യുന്ന നന്മകളെ പോലും ജിഹാദി എന്ന മുദ്രകുത്തി രാഷ്ട്രീയ ലാഭത്തിനായി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളുടെ നീക്കങ്ങളെ കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. മദ്രസകളിൽ പഠിപ്പിക്കുന്നതിന്റെ ഗുണമാണ് നമ്മളെല്ലാവരും ഇതിലൂടെ കാണുന്നത്. പലപ്പോഴും പല വർഗീയവാദികളും പറഞ്ഞു വെക്കാറുണ്ട്, മദ്രസകളിൽ പഠിപ്പിക്കുന്നത് വർഗീയതയാണ്, വിദ്വേഷമാണ്, തീവ്രവാദമാണ് എന്നൊക്കെ. എന്നാൽ അത്തരം മദ്രസകളിലോ അതുപോലെയുള്ള മതപാഠശാലകളിലോ ഒന്നും പഠിപ്പിക്കുന്നത് വിദ്വേഷമോ തീവ്രവാദമോ വർഗീയതയോ ഒന്നുമല്ല. സഹജീവികളായ മനുഷ്യരോട് അതിൽ മതം നോക്കാതെ എല്ലാവരോടും കരുണ കാണിക്കണമെന്നാണ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളുടെ കരുണ കാണിക്കുമെന്ന തത്വമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ അല്ല പറയുന്നത്, ഭൂമിയിലുള്ളവരോട് എന്നാണ് പറയുന്നത്, മനുഷ്യൻ എന്നാണ് പറയുന്നത്. ആ മനുഷ്യരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉൾപ്പെടും. ജാതിയോ മതമോ നോക്കാതെ സഹജീവികളെ സഹായിക്കുക എന്നതാണ് ഏതൊരു നല്ലൊരു മനുഷ്യന്റെയും കടമ. നമ്മുടെ കേരളത്തിൽ പണ്ട് മുതലേ ഇത്തരം കാഴ്ചകളൊക്കെ സർവ്വസാധാരണമായിരുന്നു. ഇതൊക്കെ സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ ലോകത്ത് ഇത്തരം വാർത്തകൾ പലപ്പോഴും നമ്മൾ കാണുന്നത് അത്ഭുതത്തോടു കൂടിയാണ്. അയൽവാസിയുടെ വിഷമത്തിൽ പങ്കുചേരുക എന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒന്നായിരുന്നില്ല, മറിച്ച് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇക്കാലത്ത് വർഗീയത വർദ്ധിച്ചു വരുമ്പോൾ ഇത്തരം നന്മകൾ വലിയ വാർത്തകളായി മാറേണ്ടി വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളം എന്നും മതസൗഹാർദ്ദത്തിന് മാതൃകയായ നാടാണ്. വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും പ്രചാരകർ എത്ര ശ്രമിച്ചാലും പൂളപ്പൊയിലിൽ കണ്ടതുപോലെയുള്ള മാനവികതയുടെ ഉജ്ജ്വലമായ ഇത്തരം മാതൃകകൾ അതിനെല്ലാം തച്ചുടയ്ക്കും. മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവരെയും നാടിന്റെ സമാധാനം തകർക്കാൻ നോക്കുന്നവരെയും ഒറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പൂളപ്പൊയിലെ ആ ചെറുപ്പക്കാർ കാട്ടിത്തന്ന മാതൃക നമുക്ക് നെഞ്ചിലേറ്റാം. മതത്തിന്റെയും ജാതിയുടെയും മതിലുകൾക്കപ്പുറം മനുഷ്യത്വത്തിനും സൗഹാർദ്ദത്തിനും വില കൽപ്പിക്കുന്ന വലിയൊരു ജനവിഭാഗം നമ്മോടൊപ്പമുണ്ട്. ഈ സ്നേഹവും സാഹോദര്യവുമാണ് നമ്മുടെ നാടിന്റെ യഥാർത്ഥ ശക്തി. ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ ആ മനുഷ്യനെ മറ്റൊരാൾ വന്ന് സഹായിക്കുന്നത് ആ മനുഷ്യന്റെ മതമോ പേരോ നോക്കിയല്ല, മറിച്ച് മനുഷ്യത്വം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ വലിയ ദുരന്തമുണ്ടായ സമയത്ത് അന്ന് രക്ഷാപ്രവർത്തനത്തിനായി മനുഷ്യർ കൈകോർത്തത് ജാതിയുടെയോ മതത്തിന്റെയോ പേര് നോക്കിയല്ല. പള്ളികളും അമ്പലങ്ങളും ഒരുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളായും ഭക്ഷണശാലകളായും മാറി. മുസ്ലിം സഹോദരങ്ങൾ അമ്പല ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങിയതും പ്രാർത്ഥനാ മന്ദിരങ്ങൾ അടിയന്തര ആവശ്യങ്ങൾക്കായി തുറന്നു കൊടുത്തതുമെല്ലാം ലോകത്തിന് തന്നെ വലിയ മാതൃകയായിരുന്നു. ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഹിന്ദു സ്ത്രീയുടെ വായിലേക്ക് കുറച്ച് മുസ്ലിമീങ്ങളൊക്കെ നിർബന്ധിച്ച് മനഃപൂർവ്വം ബീഫ് കുത്തിക്കയറ്റി വായിലേക്ക് വെച്ചു കൊടുക്കുന്ന പച്ചയായ വ്യാജമായ നുണകൾ പടച്ചുവിടുന്നതല്ല യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത്.